ഇതിപ്പോൾ ഒന്ന് വലിയ ദിവാഞ്ചിയാണോ, ആയാപ്പറമ്പ് ദിവാഞ്ചിയാണോ, ചമ്പക്കുളമാണോ, ജവഹർ തായങ്കരിയാണോ, വെള്ളംകുളങ്ങരയാണോ എന്നുള്ളതാണ്. റെന്നി വർഗീസ് ഒന്നാം ക്യാപ്റ്റനായ ആയാപ്പറമ്പ് ദിവാഞ്ചി, ജോസി ജോൺ മങ്ങാട് ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന ചമ്പക്കുളം, സന്തോഷ് വാലയിൽ ക്യാപ്റ്റനായിട്ടുള്ള നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരി, ടോണി ജോസഫ് ക്യാപ്റ്റനായിരിക്കുന്ന SH ബോട്ട് ക്ലബിന്റെ വെള്ളംകുളങ്ങര. ആകാശ ക്യാമറകൾ മാറിപ്പറക്കും, ആങ്കിളുകൾ മാറും. ആ സമയത്തെല്ലാം അവനവന്റെ ടീം എത്ര വലിയ ആവേശത്തോടു കൂടിയാണ് നോക്കുക. നമുക്ക് കരയിലേക്ക് നോക്കിയാൽ കാണാം, 100 കണക്കിന് ആളുകൾ തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോലും കണ്ണെടുത്തു മാറുന്നതിന് മുമ്പ് തുഴ മാറി എറിഞ്ഞ ഫൈനലിലേക്ക്, ഫൈനൽ പോയിന്റിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കാൻ ഒരുങ്ങുകയാണ്. തുടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ ട്രാക്കിലുള്ള ആയാപ്പറമ്പ് ദിവാഞ്ചി, നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളം കുളങ്ങര. മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം ട്രാക്കില് ഒന്നാം ട്രാക്കിലെ ആയാവർമ്മ വലിയ ദിവാഞ്ചി, ചമ്പക്കുളം ബഹുദൂരം ആദ്യഘട്ടത്തിൽ തന്നെ ലീഡെടുക്കുന്ന കാഴ്ച. ചമ്പക്കുളം രണ്ടാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് ജോസി ജോൺ മങ്ങാട് തുഴയുന്ന ചമ്പക്കുളം ഇതാ രണ്ടാമത്തെ ട്രാക്കിൽ ലീഡെടുക്കുന്ന കാഴ്ച കാണുന്നു. തൊട്ടുപിന്നിൽ ഒന്നാമത്തെ ട്രാക്കിൽ ഓടുന്ന ആയാപ്പറമ്പ് ദിവാഞ്ചി, വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്ബ് ആയാപ്പറമ്പ്. വീണ്ടും ഇഞ്ചോടിഞ്ച് നിമിഷാർത്ഥം കൊണ്ട് നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളം കുളങ്ങരയും ഇപ്പോൾ രണ്ടാമത്തെ ട്രാക്കിലുള്ള ചമ്പക്കുളത്തോടൊപ്പം പിടിക്കുന്ന കാഴ്ച. മൂന്നാമത്തെ ട്രാക്കിൽ ഓടുന്ന ജവഹർ തായങ്കരിയാണ്. നാലാമത് നിൽക്കുന്നത് വെള്ളം കുളങ്ങരയാണ്. ഇതാ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുന്നു. റിക്സൺ ആദ്യത്തെ പ്രധാനപ്പെട്ട ഗിയർ മാറാൻ പോകുന്നു. അപ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ ചമ്പക്കുളം മിന്നിപ്പോകുന്ന കാഴ്ച. ഒപ്പം തന്നെ തൊട്ടുപിന്നിൽ വിടാതെ നാലാമത്തെ ട്രാക്കിലെ വെള്ളം കുളങ്ങര തൊട്ടു പിന്നാലെ പായുന്ന കാഴ്ച. ഗംഭീരമായ രണ്ടാമത്തെ ഹീറ്റ്സ് ആണ് റിക്സൺ. അവരുടെ 3 വള്ളങ്ങളും ചരിത്രമുള്ള വള്ളങ്ങളാണ്. ചമ്പക്കുളം, ജവഹർ തായങ്കേരി, വെള്ളംകുളങ്ങര. വാശിയേറിയ പോരാട്ടം. ചമ്പക്കുളവും ജവഹർ തായങ്കേരിയും തമ്മിലുള്ള പോരാട്ടം എന്തൊരാവേശമാണ്. ജവഹർ തായങ്കേരി 77-ലും 78-ലും 85-ലും 2010-ലും 15-ലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് ചരിത്രമുള്ള വള്ളമാണ് ജവഹർ തായങ്കേരി. എന്തൊരാവേശമാണ് രണ്ടാം ട്രാക്കിൽ. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം ചമ്പക്കുളം അതിവേഗം ഒരു വള്ളപ്പാട് മുന്നിൽ പോയിരിക്കുന്നു, അതിലും മുന്നിൽ പോയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇനി പോരാട്ടത്തിന് മറ്റു വള്ളങ്ങൾക്ക്, മറ്റു ചുണ്ടന്മാർക്ക് സ്ഥാനം കൊടുക്കാതെ ചമ്പക്കുളം മുന്നിലേക്ക് പോകുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ആ ഫൈനൽ പോയിന്റിലേക്ക് എത്തുന്നതിന് ഒന്നും സംഭവിക്കാനില്ല. വള്ളപ്പാടകളെ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ്, വള്ളപ്പാടകളെ ജോസി ജോൺ മങ്ങാടും പ്രസന്നകുമാരസും കുര്യാക്കോസ് തോമസും നയിക്കുന്ന ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം വള്ളപ്പാടകളെ ആയാപ്പറമ്പിനെയും ജവഹർ തായങ്കരിയും വെള്ളംകുളങ്ങരയും പിന്നിലാക്കിക്കൊണ്ട് കുതിച്ചുപായുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത്. ഒരു വള്ളപ്പാടകളെയല്ല, ഒന്നൊന്നര വള്ളപ്പാടകളെ. ഇതാ ചമ്പക്കുളം ചരിത്രമെഴുതുന്ന ചമ്പക്കുളം, കുട്ടനാടിന്റെ ചമ്പക്കുളം. ഇതാ ചമ്പക്കുളം ഗംഭീരമായ പെർഫോമൻസ്. വള്ളംകളി സീസണിലെ ആദ്യ മത്സരത്തിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒന്നാമതെത്തിയ ആരോമ ക്ലബൊക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ആയപ്പറമ്പ് ദിവാഞ്ചി മറികടന്ന് ജവഹർ തായങ്കരിയും വെള്ളംകുളങ്ങരയും ഒന്നര വള്ളപ്പാടകളെ നോക്കൂ. ഹീറ്റ്സിൽ ചരിത്രമോ റിക്കാർഡോ കുറിക്കാൻ പോവുകയാണോ റിക്സൺ? 2 വള്ളപ്പാടകളെ ഒരു ഹീറ്റ്സിലേക്ക് ഒരു ചുണ്ടൻ ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോക്കൂ, പിന്നിൽ ആരുമില്ല പിടിക്കാൻ ചമ്പക്കുളത്തെ. ഈ ആകാശത്തെ പിടിക്കാൻ ആരുമില്ല. പുന്നമടയുടെ ആകാശമായി മാറുന്നു ചമ്പക്കുളം. ആവേശം ഇരട്ടിക്കുകയാണ്. ഫൈനലിലെ വെല്ലുന്ന മത്സരം ചമ്പക്കുളം ചാമ്പ്യന്മാരാകുകയാണ്. രണ്ടാം ഹീറ്റ്സില് ചരിത്രം രചിക്കുകയാണ്. രണ്ടാം ഹീറ്റ്സിന്റെ രണ്ടാം ട്രാക്കിലൂടെ കുതിച്ചു പായുന്ന പോരാട്ടം. എന്തൊരാവേശം. ജി പ്രസാദ് ആവേശം കൊടുമുടിയിലേക്ക് എത്തുകയാണ്. രണ്ടാം ട്രാക്കില് തീതുപ്പുന്ന പോരാട്ടം. ഒന്നാമത്തെ ഹീറ്റ്സ് അവസാനിക്കാൻ പോകുമ്പോൾ 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചമ്പക്കുളം ചുണ്ടലിൽ സ്വന്തം ക്ലബ്ബായ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴയാൻ
വള്ളപ്പാടൊരുങ്ങുന്നു. ആരെയും വാടകയ്ക്കെടുത്തിട്ടില്ല, ആരെയും മറ്റു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. സ്വന്തം നാട്ടിലെ മനുഷ്യര്, സ്വന്തം മണ്ണിനെ എറിയുന്ന മനുഷ്യര്, സ്വന്തം കായൽപ്പരപ്പിനെ എറിയുന്ന മനുഷ്യര്, ചമ്പക്കുളത്തിൽ തുഴയെറിഞ്ഞ മനുഷ്യര്. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് ഇതാ 35 വർഷത്തിനു ശേഷം പുന്നമടക്കായലിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട്, അഗ്നി സ്ഫുലിംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 9 നെഹ്റു ട്രോഫി സ്വന്തമായുള്ള ചമ്പക്കുളം ചുണ്ടൻ ഇതാ സ്വന്തം ക്ലബിലൂടെ ഇത്തവണ ചമ്പക്കുളത്തെത്തിക്കാനുള്ള ഒരുക്കത്തിൽ രണ്ടാമത്തെ ഹീറ്റിൽ 2 വള്ളപ്പാടകളെ തന്നോട് മത്സരിച്ചവരെ എല്ലാം പിന്നിലാക്കി ഇതാ രണ്ടാം ഹീറ്റ്സ് അവസാനിപ്പിക്കുന്നു. 2014 പുതിയ ചുണ്ടൻ പണിതിറങ്ങുന്നു. നീറ്റിലിറങ്ങിയ വർഷം തന്നെ നെഹ്റു ട്രോഫി ചമ്പക്കുളത്തെത്തിച്ചവരാണ് ഇപ്പോൾ രണ്ടാം ഹീറ്റ്സിൽ മിന്നൽ പിണറായി മാറുന്നത്. TV പ്രസാദ് 35 വർഷത്തിന് ശേഷം നീറ്റിലിറങ്ങുന്ന ചമ്പക്കുളം ചുണ്ടനിൽ സ്വന്തം ക്ലബായ ചമ്പക്കുളം എന്ത് അമ്പമ്പോ ചമ്പക്കുളം എന്ന് പറയേണ്ടി വരും. അത്രമേലാണ് ഒരുപക്ഷെ രണ്ടാമത്തെ ഹിറ്റ്സിൽ ചമ്പക്കുളത്തിന് കുതിപ്പ്. എന്തൊരാവേശത്തോടുകൂടിയാണ് ഫൈനലിലേക്ക് എത്തിയത്. ഫൈനൽ പോയിന്റ് കടന്നിരിക്കുന്നു ചമ്പക്കുളം ചുണ്ടൻ.